നമ്മുടെ കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, സഭയുടെ ആരാധനക്രമം അനുസരിച്ച് ആദ്യത്തെ ഞായറാഴ്ചയാണെന്ന് ഈ ഞായറാഴ്ചയെ നമ്മൾ പൊതുവശത്വ ന്യായം എന്ന് വിളിക്കും. സഭയുടെ വിശുദ്ധീകരണമാണ് ഈ ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുകയും അതേക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. കെസറിയ ഫിലിപ്പി പ്രദേശത്തേക്ക് ചെന്ന കർത്താവ് തന്റെ ശിഷ്യന്മാരോട് തന്നെ പറ്റി മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ്. അതാ മത്തായി ശ്രീയുടെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 13 വരെയുള്ള മുതലുള്ള വാക്യങ്ങളാണ്. ഈശോയുടെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞത്, പല അഭിപ്രായങ്ങളാണ് നിന്നെ പറ്റിയുള്ളത്. ചിലർ പറയുന്നു നീ ഒരു പ്രവാചകനാണെന്ന്, മറ്റു ചിലർ പറയുന്നത് ഏലിയാണെന്ന് പറയുന്നു, അല്ല നീ യോഹന്നാൻ സ്നാപകനാണെന്നും ചിലർ പറയുന്നുണ്ട്. അവിടെ നിന്ന് പെട്ടെന്ന് ഈശോ തന്റെ ശിഷ്യന്മാരോട് നേരെ തിരിഞ്ഞിട്ട് അവരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഉടനെയാണ് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞോ അറിയാതെയോ വിളിച്ചു പറയുന്നൊരു സത്യമുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അവിടെയാണ് വലിയൊരു സത്യം വെളിപ്പെടുത്തുന്നത്. യോനായുടെ പുത്രനായ ശിമയോനെ, നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്റെ പിതാവാണ്. ഭൂമിയിലെ മാംസരക്തങ്ങളല്ല, മനുഷ്യരല്ല, നിന്നെ ആരും പഠിപ്പിച്ചതല്ല, എന്റെ പിതാവാണ് നിനക്കിത് പറഞ്ഞു തന്നത്. അതുകൊണ്ട് നിന്റെ മേല് ഈ അറിവ് കിട്ടിയ നിന്റെ മേല് ഈ ബോധ്യം നിനക്ക് തന്നിരിക്കുന്ന പിതാവ് തന്നിരിക്കുന്ന ഈ ബോധ്യത്തിന്റെ മേല്, ഈ ബോധ്യം കൊണ്ടു നടക്കുന്ന നിന്റെ മേല് ഞാൻ എന്റെ സഭ സ്ഥാപിക്കും. നരകമാണെങ്കിൽ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്നൊക്കെ കർത്താവ് വളരെ വ്യക്തമായിട്ട് അവരോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം, സഭ മനുഷ്യൻ സ്ഥാപിച്ചതല്ല, സഭ ദൈവം സ്ഥാപിച്ചത്. അപ്പൊ സഭ ദൈവം സ്ഥാപിച്ചതായതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് കടന്നു വന്നതാണ് സഭ. ആ സഭയുടെ അടിസ്ഥാനം ആരെന്നാണ് ചോദിച്ചാൽ അത് ക്രിസ്തു. ഈ അടിസ്ഥാന ശിലയെപ്പറ്റി 118-ാം സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം കാലയെ കൊണ്ട് വെളിപ്പെടുത്തിയ ഒരു സത്യമാണ്. അതേ കർത്താവിന്റെ അടിസ്ഥാന ശിലയാണ്. ഈ ശില പത്രോസ്ലീഹ വളരെ വ്യക്തമായിട്ട് 1-ാം ലേഖനത്തിലെ 2-ാം അധ്യായത്തില് ഈ ശിലയെ പറ്റി പറഞ്ഞുകൊണ്ട് ഉറപ്പിച്ചു പറയുന്നൊരു സത്യമുണ്ട്, അത് ക്രിസ്തു തന്നെയാണ്. അപ്പോൾ സഭ ആര് സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ സഭ ദൈവം സ്ഥാപിച്ചു. അതിന്റെ അടിസ്ഥാനക്കല്ല ആരാണെന്ന് ചോദിച്ചാൽ അത് സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിന്മേലാണ് സഭ അടിസ്ഥാനമിട്ട് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ അടിസ്ഥാന ശിലയെ പറ്റി വീണ്ടും പറയുമ്പോൾ ലേഖനത്തിലെ 2-ാം അധ്യായത്തില് വളരെ നമ്മളെ ശക്തമായിട്ട് പഠിപ്പിക്കുന്ന സത്യം ഇതാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാന ശിലകളിലാണ് നമ്മൾ ഓരോരുത്തരും കൂട്ടിച്ചേർക്കപ്പെട്ട് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അടിസ്ഥാന ശില ക്രിസ്തുവിന്, പ്രവാചകന്മാര്, അതുപോലെ അപ്പസ്തോലന്മാര്, ഇവരുടെ മേലൊക്കെയാണ് നമ്മളിൽ കൂട്ടിച്ചേർക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ സഭയാകുന്ന ഭവനം നിരന്തരമായിട്ട് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്യം നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് ഈ സഭയെ പറ്റി ചിന്തിക്കുമ്പോൾ ഇതിനോട് മറുതലിക്കുന്ന വ്യക്തികളുടെ കാര്യം നമ്മൾ തിരിച്ചറിയുകയാണ്. അതാണ് ഏശയ്യായുടെ പുസ്തകത്തിലെ 8-ാം അധ്യായത്തില് 14-15 വാക്യങ്ങളില് ഈ ശില ഇടർച്ചയ്ക്ക് കാരണമാകും, ഇസ്രായേലിന്റെ തകർച്ച കാരണമാകും,
ജെറുസലേമിന് കുടുക്കും കെണിയുമായിട്ടിരിക്കും. ഇത് യെശയ്യാ പ്രവചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും ഈ ശിലയിൽ പലരും തട്ടി വീണാറുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അപ്പോസ്തല പ്രവർത്തനത്തിൽ 26-ാം അധ്യായത്തില് 14-ാമത്തെ വാക്യത്തില് പൗലോസ്ലീഹായ്ക്ക് തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടതിന്റെ മാനസാന്തരത്തിന്റെ കഥ പറയുമ്പോൾ പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയല്ലേ? യേശുക്രിസ്തുവിനോട് പറഞ്ഞത്, ഇരുമ്പാണികൾ നീ തൊഴിക്കരുത്. നീ തൊഴിക്കുന്നത് ഇരുമ്പാണിയിലാണ്. ആദിമസഭയെ പീഡിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിഞ്ഞ സാവോള് കർത്താവ് വളരെ ശക്തമായിട്ട് അവനെ പിടിച്ച് അപ്പോസ്തല പ്രവർത്തനത്തിലെ 9-ാം അധ്യായത്തില് നമുക്ക് ഈ മാനസാന്തരത്തിന്റെ കഥ നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ സംഭവം നമ്മൾ വായിക്കുന്നു. ആ സംഭവത്തെ പറ്റി പൗലോസ്ലീഹ പിന്നീട് പറഞ്ഞതിങ്ങനെയാണ്, നീ തൊഴിക്കുന്നത് ഇരുമ്പാണിയോട്. ഈ ഒരു സമയം പറ്റി കർത്താവ് വളരെ വ്യക്തമായിട്ട് പത്രോസ്ലീഹയോട് പറയുന്നു, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയും അതുകൊണ്ട് 2000 കൊല്ലങ്ങളായിട്ട് ഇന്നും സഭ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് ആരംഭിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിന്നാണെന്നും ഈ സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന യേശുക്രിസ്തുവാണ് മൂലക്കല്ലെന്നും ഈ മൂലക്കല്ലിലാണ് പ്രവാചകന്മാർ, അപ്പസ്തോലന്മാരും വിശുദ്ധരുമാകുന്ന അടിത്തറമേല് ഈ സഭ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സഭ തകർക്കാൻ ആര് നോക്കിയാലും സാധിക്കത്തില്ല. സാത്താൻ സർവശക്തി ഉപയോഗിച്ചതിനെ തകർക്കാൻ ശ്രമിക്കുമെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് വചനങ്ങളിലൂടെ നമ്മളെ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് എന്ന് തകരാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നോ അന്ന് മാത്രമേ അതെനിക്ക് ഉറപ്പുള്ളത്. കത്തോലിക്ക സഭ എന്ന് തകരുന്നോ അന്ന് ഈ ലോകവും അവസാനിക്കും. അതേ ലോകത്തിന്റെ അവസാനം സഭയുടെ അവസാനത്തോടു കൂടിയാണ്. അതുകൊണ്ട് ഈ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ വളരാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ സഭയെ പറ്റി എഫേസ്യർക്കുള്ള ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ പൗലോസ്ലീഹ മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സഭ മിശിഹായുടെ ശരീരം. അപ്പൊ ഈ ശരീരം മിശിഹായുടെ ആണെങ്കിൽ, സഭ മിശിഹായുടെ ശരീരമാണെങ്കിൽ, ഈ ശരീരം മിശിഹായുടെ ആണെങ്കിൽ ഈ സഭ സ്വാഭാവികമായിട്ട് തന്നെ വിശുദ്ധമാണ്. അപ്പൊ വിശുദ്ധമായിട്ട് ആരംഭിച്ചതും വിശുദ്ധമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതും ദൈവത്തിന്റെ നിരന്തര പ്രവർത്തനം ഉണ്ടായിരിക്കുന്നതുമായ ഈ ക്രമീകരണത്തില് ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും വിശുദ്ധീകരണം ഈ സഭയോട് ചേർന്ന് നിൽക്കപ്പെടണം. ഇനി ഈ സഭയെ നയിക്കുന്നവര് അശുദ്ധരായിരിക്കാം, വിശുദ്ധരായിരിക്കാം, ശക്തരായിരിക്കാം, ബലഹീനരായിരിക്കാം, കരുത്തരായിരിക്കാം, കരുത്തില്ലാത്തവരായിരിക്കാം. അതൊന്നുമല്ല സഭയുടെ വിശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനം. എനിക്കും നിങ്ങൾക്ക് ഈ സഭയെ ചില വ്യക്തികളിലൂടെ മാത്രമേ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളെങ്കിൽ നമ്മളൊന്നും വളർന്നിട്ടില്ല, നമ്മൾ സത്യം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് വ്യക്തികളെ നോക്കി സഭയോട് ചേരുന്നതും സഭയിൽ ആയിരിക്കുന്നതും ഒരു മനുഷ്യന്റെ വളർച്ചക്കുറവും വിശ്വാസക്കുറവും അടിസ്ഥാനത്തിലേക്ക് നോക്കാനായിട്ട് ഇതുവരെ വളർന്നിട്ടില്ലാത്തത് കൊണ്ടുമാണ് ഒരുപാട് പേരുടെ ജീവിതത്തില് സഭയിലൂടെ വളരേണ്ടതുപോലെ വളരാനായിട്ട് സാധിക്കാതെ പോകുന്നത്. അവ യേശുക്രിസ്തുവാകുന്ന അടിസ്ഥാന ശിലയും ആ ശിലയോട് ചേർന്ന് നിൽക്കുന്ന പ്രവാചകന്മാരും ആ പ്രവാചകന്മാരോട് ചേർന്ന് നിൽക്കുന്ന അപ്പസ്തോലന്മാരും ഈ അപ്പസ്തോലന്മാരോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധരുടെ ഗണങ്ങളും അവരെയൊക്കെ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ മാത്രമേ ഞാൻ സഭയില് ആയിരിക്കേണ്ട പോലെ ആയിരിക്കാനും സഭയെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാനും സഭയോട് ചേർന്ന് നിൽക്കാനും സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ ആയിരിക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവെന്താണെന്ന് ചോദിച്ചാൽ വ്യക്തികളെ നോക്കി
സഭയെ നമ്മൾ നോക്കിയാൽ ഒരുപാട് കുറവുകളെ കാണത്തുള്ളൂ, ഒരുപാട് തിന്മകളെ കാണത്തുള്ളൂ, ഒരുപാട് നമുക്കറിയാം മാനുഷിക കാര്യങ്ങളെ കാണാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. ദൈവത്തിന്റെ പ്രവർത്തനമോ ദൈവീക ഇടപെടലോ വിശുദ്ധമായ കാര്യങ്ങളോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ അശുദ്ധരായിട്ട് തീർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ നോക്കിയാണെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളിലേക്ക് കടന്നു വരുമ്പോൾ, ഇടവുകളിലേക്ക് കടന്നു വരുമ്പോൾ, സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ, വ്യക്തികളുമായിട്ടുള്ള സംസർഗത്തിൽ നമ്മളെ തന്നെ പലപ്പോഴും തരം താഴ്ത്തി ദൈവ പദ്ധതിക്ക് മറുതലിച്ച് അശുദ്ധിയിൽ ജീവിച്ച് ഒരു സംഘടന പോലെ സഭയെ കൊണ്ടു നടക്കുന്ന ഒരു സംഘടനാ പ്രവർത്തനത്തിൽ മാത്രം ഏർപ്പെട്ട് ആത്മരക്ഷയോ വിശുദ്ധീകരണമോ ചിന്താവിഷയമോ ധ്യാന വിഷയമോ ജീവിതത്തിന്റെ കേന്ദ്രമായിട്ട് കൊണ്ടു നടക്കാനോ സാധിക്കാതെ പോകുന്ന ഒരവസ്ഥ നമുക്കൊരുപാട് ജീവിതങ്ങളിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ ആത്മീയത വളരുന്നില്ല, വിശുദ്ധീകരണം വളരുന്നില്ല, യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിലൂടെ ചേരുന്നില്ല, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വചനം നിഷ്പ്രയോജനമായി തീരുന്നു, പ്രയോജനമില്ലാത്തതായിട്ട് തീരുന്നു, ശക്തിയില്ലാതായിട്ട് തീരുന്നു, വിശ്വാസത്തിൽ വളരാനായിട്ട് സാധിക്കുന്നില്ല. ഈ സഭയിൽ തമ്പുരാൻ സ്ഥാപിച്ച കുദാശകളുടെ വില മനസ്സിലാക്കാനുള്ള കഴിവില്ല, കുദാശകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വളരാനുള്ള ശക്തിയില്ല. ഇനി കുദാശകളോട് ബന്ധപ്പെട്ട് അതിന് ചടങ്ങായിട്ട് മാറുന്നു. ആ ചടങ്ങ് ആവർത്തിച്ചത് കൊണ്ട് ഏതാണ്ട് കിട്ടിയെന്നുള്ള ഒരു മാനസിക ചിന്താഗതി, ഒരു സുഖവും തൃപ്തിയും മാത്രമായിട്ട് തീരുന്നു. എന്നാൽ ആത്മരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളതൊന്നും സഭയിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കാതെ പോകുന്നൊരവസ്ഥ നമുക്ക് സഭയിലെ ഒരുപാട് മക്കളിൽ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് വ്യക്തിയല്ല സഭ, യേശുക്രിസ്തുവാണ് സഭ. അതുകൊണ്ട് യെശയ്യായുടെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന 15 പറയുന്നത് പോലെ തന്നെ ദൈവമാണ് മന്ദിരം, ദൈവമാണ് മന്ദിരം. ഈ സഭ ആരാധിച്ച ദൈവമാണ്. അപ്പൊ നമ്മൾ സഭയോട് ചേർക്കുമ്പോൾ ദൈവത്തോട് ചേരുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് ഈ സഭ ഒരു സംഘടനയായിട്ട് ക്ലബായിട്ട് തീരുന്ന പോകുന്നൊരവസ്ഥ. ഇതാണ് ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരുപാട് ജീവിതത്തിൽ പ്രയോജനരഹിതമായ ജീവിതമായിട്ട് തീരുന്നതും ഒരുപാട് കുടുംബങ്ങള് സഭയോടുള്ള ബന്ധത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കാതെ ഇതൊരു സംഘടനയുടെ തലത്തിൽ കണ്ടിട്ട് ഇത് ചില വ്യക്തികളിലേക്ക് നോക്കിയിട്ട് ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് മാത്രം നോക്കി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഇന്ന് പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യനെ നമ്മൾ നോക്കുമ്പോൾ, വിശ്വാസ ജീവിതത്തിൽ വളരുമ്പോൾ ഒരു മനുഷ്യനെ നമ്മൾ നോക്കുമ്പോൾ അവനിലെ ആത്മാവിനെ നോക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കും. സഭയെ നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തുവിനെ അറിയാനുള്ള കഴിവ് നമുക്ക് ലഭിക്കും. ഉദാശകൾ സ്വീകരിക്കുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഉദാശ പരികർമ്മം ചെയ്ത വ്യക്തികളല്ല പ്രധാനപ്പെട്ടത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതം ഈ ലോകത്തില് ശരിയായ രീതിയിൽ നയിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സഭയിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കുന്നത്. ഈ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് എന്ത് പറ്റുന്നു? കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് എല്ലാം ഒരു ചട്ടവും ചിട്ടയും ക്രമീകരണവും ചടങ്ങും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് സഭയെ താറടിച്ച് അധപ്പതിപ്പിച്ച് ഒരു പ്രയോജനമില്ലാത്ത കുറെ ചടങ്ങുകളുമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു അനുഭവം ഒരുപാട് പേരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസമുള്ള മക്കളെ ദുഃഖിക്കുന്നതും വിലപിക്കുന്നതും, പരിശുദ്ധരായ വിശുദ്ധരായ മനുഷ്യരൊക്കെ സങ്കടപ്പെടുന്നത്. അതുകൊണ്ടാണ് മനുഷ്യർ നാശത്തിന്റെ പാതയിലൂടെ പോകുന്നവര്. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. യെശയ്യായുടെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതേ ചില ജീവിതങ്ങളും ദൈവമില്ലാത്ത മനുഷ്യര് നശിക്കും.
പറയുകയാണ്, ദൈവമില്ലാത്ത മനുഷ്യര് മരിക്കും. വാക്യം, കരുവേല വൃക്ഷകം ഇലതോർന്ന് പടർന്നു നിൽക്കുന്ന ശക്തമായിട്ട് നിന്ന കരവേല വൃക്ഷം, അതിന് ഇംഗ്ലീഷിൽ പറയുന്ന ഓക്കുമരം എന്നാണ് പറയുന്നത്. ഈ മരം ഉണങ്ങി വരണ്ട് ഉണങ്ങിപ്പോയതുപോലെ അതേ പലരും ദൈവമില്ലാത്ത പലരും ദൈവീക ജീവനില്ലാത്ത പലരും ഒരു കാലത്ത് ശക്തരും കരുത്തരും ആണ് എന്ന് പറഞ്ഞിരുന്നവരൊക്കെ ഉണങ്ങി വരണ്ട കരുവേല വൃക്ഷം പോലെ ആയിത്തീരുമെന്ന് യെശയ്യാ പ്രവചനത്തിലൂടെ കർത്താവ് പറയുക. എന്നിട്ട് വീണ്ടും പറയാണ്, നിങ്ങളെ ആനന്ദിപ്പിച്ച പല കരുവേല വൃക്ഷങ്ങളും നിങ്ങളെ തള്ളിപ്പറയും. നിങ്ങൾ തിരഞ്ഞെടുത്ത പല ഉദ്യാനങ്ങളും നിങ്ങൾക്ക് പ്രയോജനമില്ലാതായിട്ട് തീരും. ഇത് പറയാണ്, വീണ്ടും അവിടെ പറയാണ്, കരുവേല വൃക്ഷം പോലെ മാത്രമല്ല, വെള്ളമില്ലാത്ത ഉദ്യാനം പോലെ നിങ്ങളെ ആയിത്തീരുമെന്ന് യെശയ്യായുടെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇങ്ങനെയല്ലേ പല ജീവിതങ്ങളും കാണുന്നത്? ഒരു കാലത്ത് ശക്തമായിട്ട് നിന്നിരുന്ന ഭവനങ്ങളും അല്ലേ കുടുംബ ജീവിതങ്ങളൊക്കെ ഉണങ്ങി വരണ്ട് കിടക്കുന്നില്ലേ? പ്രയോജനമില്ലാതെ കിടക്കുന്നില്ലേ? വെള്ളമില്ലാത്ത ഉദ്യാനം പോലെ കിടക്കുന്നില്ലേ? ചില തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്നില്ലേ? പ്രയോജനമില്ലാത്തൊരവസ്ഥ. എന്നിട്ട് അവിടെ പറയുകയാണ്, എല്ലായിടത്തും ആഹ്ലാദത്തിവർപ്പ്. ഇതുകൊണ്ട് അവിടെ ഒരു കാലത്ത് ഭയങ്കര ആഹ്ലാദത്തിവർപ്പാണ്. ആടിനെ കൊല്ലുന്നു, കാളയെ കൊല്ലുന്നു, ഇറച്ചി തീറ്റിയും ബഹളവുമാണ്. ഇതെല്ലാം യെശയ്യാ പ്രവാചകന്റെ വാക്കുകളാണ്. എല്ലാം ഇറച്ചിയും തീറ്റിയും ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ആഹ്ലാദത്തിവർപ്പ്, കാടിനെയും മാടിനെയും കൊല്ലുന്നു. ഇതൊക്കെയാണ് അവസാനം എന്ത് സംഭവിക്കുന്നു? എന്നിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, വരുവീൻ, നമുക്ക് മരിക്കാം, നമ്മൾ മരിക്കും. അതുകൊണ്ട് ഇപ്പോഴുള്ള സമയം ഇങ്ങനെ കാളയും ആടിനെയും കൊന്ന് ഇറച്ചി വീഞ്ഞും കുടിച്ച് ഈ ആഹ്ലാദ തിവർപ്പിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഈ ലോകത്തിലെ മനുഷ്യര് പ്രതീക്ഷിക്കുന്നത്. സഭയിൽ വിശ്വാസത്തോടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു കാലത്തോ ഏതോ കാലഘട്ടത്തിലോ ജീവിതഘട്ടത്തിലോ ഇതൊക്കെ വളരെ ശക്തമായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. അവരോർത്തില്ല, അവർ ചിന്തിച്ചില്ല, അവർ മനസ്സിലാക്കിയില്ല. സഭയെന്ന് പറയുന്നതല്ല, സഭയെന്ന് പറയുന്ന ക്രിസ്തുവാണ്. അത് പരിത്യാഗത്തോടും ത്യാഗത്തോടും കുരിശെടുത്തും ദൈവകൽപ്പനകൾക്കനുസരിച്ച് വചനമനുസരിച്ച് ദൈവനാമത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഈ ലോകത്തെ സ്നേഹിക്കാതെ ശരീരത്തിന്റെ ജഡത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങളെ അവഗണിച്ച് ഉപേക്ഷിച്ച് സ്വയം പരിത്യജിച്ച് ദൈവസന്നിധിയിൽ ജീവിച്ച മനുഷ്യരുടെ ജീവിതം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതും അതേ വളർന്നു നിൽക്കുന്നതുമായ ഒരു സഭയുടെ ഭാഗമായിട്ട് തീരാൻ നമ്മൾ വിളിക്കപ്പെട്ട നമുക്ക് ഇത് പലപ്പോഴും സാധിക്കാതെ പോകുന്ന ഒരു ദാരുണമായ ദുരനുഭവമാണ്. അതുകൊണ്ട് സഭയാണോ പ്രശ്നമെന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ സഭയെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. 2000 കൊല്ലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനം ലോകത്തിൽ ഇന്നുണ്ടെങ്കിൽ അത് ദൈവം സ്ഥാപിച്ച കത്തോലിക്ക സഭയല്ലാതെ മറ്റൊരു സംവിധാനം നമ്മൾ ഈ ലോകത്തിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടാതെ പോകുന്നതിന്റെ കാരണം അടിസ്ഥാന ശില ഇതായതുകൊണ്ട്, യേശു ക്രിസ്തു ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവര്, ഈ ലോകത്തിലെ ജീവിതത്തില് സഭയെ അറിയേണ്ടതുപോലെ സഭയെ അറിയാൻ ശ്രമിക്കുക. മനുഷ്യരെ നോക്കി സഭയോട് ചേരരുത്. ഇതൊരു സംഘടനയായിട്ട് ഒരിക്കലും കൊണ്ടു നടക്കരുത്. ഇത് ദൈവസന്നിധിയില് ദൈവം സ്ഥാപിച്ച സംവിധാനത്തില് ദൈവത്തെ നോക്കിക്കൊണ്ട്, യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് മാത്രമേ സഭയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുള്ളൂ. അതെങ്ങനെയാണ് അവനായതെന്ന് ചോദിച്ചാൽ പൗലോസ്ലീഹ 2-ാം അധ്യായത്തിൽ പറയുന്ന പോലെ 14 വാക്യങ്ങളില് അവൻ ഇരുകൂട്ടരുടെ സ്ഥാനത്ത് തന്നെ കുരിശു വഹിച്ച് ഒരു പുതിയ മനുഷ്യനായിട്ട് സ്ഥാപിച്ച് അവൻ അവിശ്വാസികളെയും വിശ്വാസികളെയും തന്റെ ശരീരത്തിൽ ചേർത്ത് വെച്ചു. അതാണ് സഭ.
എന്നിട്ട് ഇരുകൂട്ടരുടെ സ്ഥാനത്ത് അവൻ സമാധാനം സ്ഥാപിച്ചു. യേശുക്രിസ്തുവിൽ നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ എല്ലാവരും സമാധാനമുള്ളവരായിട്ട് തീരും. യേശുക്രിസ്തുവിൽ നമ്മൾ ചേരാത്തവരായിട്ട് ജീവിക്കുമ്പോൾ സമാധാനം അനുഭവിക്കാൻ കഴിയാത്തവരായിട്ട് തീരുകയും ചെയ്യും. ഇതുകൊണ്ടാണ് നമുക്ക് സമാധാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. മലയിലെ പ്രസംഗത്തില് 5-ാം അധ്യായത്തിലെ ആദ്യ വചനങ്ങളിൽ സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ ദൈവമക്കളായിട്ട് ജീവിച്ച് അവർ ജീവിക്കുന്നിടത്തൊക്കെ സമാധാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ കഴിവുള്ളവരായിട്ട് തീരണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ദൈവം സ്ഥാപിച്ച സഭയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. സഭയില്ലെങ്കിൽ എന്താ? എവിടെയെങ്കിലും പോയാൽ മതിയോ? എവിടെയെങ്കിലും പോയാൽ ചേർന്നാൽ പോരെ? അതൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽ എല്ലാ മനുഷ്യരും യേശുക്രിസ്തു സ്ഥാപിച്ച സഭയിൽ ഒന്നാകണം, ഒരിടയനും ഒരു തൊഴുത്തുമാകണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ആ ഒരിടയിൽ ഒരു തൊഴുത്തുമാകാൻ തമ്പുരാൻ സ്ഥാപിച്ച ഒന്നാണ് സഭ. അത് കത്തോലിക്ക സഭ. പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനമായിരുന്നു, എന്നാൽ അവർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ കാലത്ത് ജെറുസലേമിൽ വെച്ച് തന്നെ ആ സംവിധാനം ഇല്ലാതാക്കി ജെറുസലേമിൽ നിന്ന് സഭയെ തമ്പുരാൻ പറിച്ച് വിജാതീയ നഗരമായ റോമയിലേക്ക് തമ്പുരാൻ പറിച്ചു നട്ടു. അതാണ് റോമിന്റെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം റോമിലേക്ക് പോയത്. അതുകൊണ്ടാണ് റോമിലെ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന പത്രോസ്ലീഹായുടെ കബറിടം അവിടെയാണ്. അതുപോലെ തന്നെ സഭയുടെ അടിസ്ഥാനമായിട്ട് തീർന്ന പൗലോസ്ലീഹയുടെ കബറിടം അവിടെയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഏക വിശുദ്ധരുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് റോമായിട്ട് തീർന്നത്. എത്രയോ യുദ്ധങ്ങൾ ലോകത്തിലുണ്ടായി. ഒന്നാം ലോകയുദ്ധം, 2-ാം ലോകയുദ്ധം, ഇനി യൂറോപ്പില് നെടുകയും കുറുകയും യുദ്ധങ്ങൾ നടന്നിട്ടും ഈ ക്രമീകരണത്തിന് ഇതുവരെ ഈ സ്ഥാനത്തിനൊരു മാറ്റം വരാതെ തമ്പുരാൻ കൊണ്ടുപോകുന്നതിന്റെ കാര്യം അത് തമ്പുരാൻ സ്ഥാപിച്ചതായതുകൊണ്ടാണ്. അവിടെ ഒരുപാട് തിന്മയുണ്ട്. റോമിന് ചുറ്റും നമുക്ക് ഒരുപാട് തിന്മകൾ കാണാനായിട്ട് സാധിക്കും. ചെല്ലുമ്പോൾ തന്നെ അവിടെയെല്ലാം നമുക്ക് പരിസരത്തിലൂടെ തിന്മയുടെ ഇന്നും പിടിച്ചു നിൽക്കുന്നത് അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം കൊണ്ടല്ല, സഭയെ നയിക്കുന്നവരുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, എന്തെങ്കിലും മെച്ചം കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല. ഇത് ദൈവം സ്ഥാപിച്ച സഭയായതുകൊണ്ടും ദൈവം സ്ഥാപിച്ച സ്ഥലമായതുകൊണ്ടും. അതുകൊണ്ടാണ് റോമയെ പറ്റി പറഞ്ഞ ഇറ്റേണൽ സിറ്റി എന്നാണ് പറയുന്നത്, നിത്യ നഗരം എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ണടച്ച് അവിടെ ഇവിടെ കിടന്ന് കുളത്തിൽ കിടക്കുന്ന തവള പോലെ കൊച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാനുള്ളവരല്ല. വിശാലമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സത്യം സ്വീകരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തില് സഭയോടുള്ള ബന്ധവും ഈ ലോകത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അതാണ് 1 കൊരിന്ത്യർ 15:19 ഈ ലോകത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നവരെങ്കിൽ നാം മറ്റുള്ളവരെക്കാട്ടിൽ നമ്മൾ നിർഭാഗ്യവന്മാരായിരിക്കും, നിർഭാഗ്യവതികളായിരിക്കും, ഏറ്റവും വലിയ നിർഭാഗ്യവാനായിരിക്കും. ഒരുപാട് മനുഷ്യർ ഈ ലോകത്തിന് വേണ്ടി മാത്രം സഭയോട് ചേരുന്നു, സഭയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു, പ്രാർത്ഥന ചൊല്ലുന്നു, നേർച്ചകൾ സമർപ്പിക്കുന്നു. ഇങ്ങനെ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സഭയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു അനുഭവം നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ വചനമനുസരിച്ച് പൗലോസ് പറയാണ്, നിരാശപ്പെടും, നിങ്ങൾ ദുഃഖിക്കും, നിങ്ങൾ തകരും. നിങ്ങളുടെ ജീവിതത്തിന് യാതൊരു പ്രയോജനമില്ലെന്ന് മാത്രമല്ല, ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ജീവിതം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ആ നിമിഷം ആരും കാണത്തില്ല കഥ കണക്ക് കൊടുക്കാൻ. ജീവിത പങ്കാളി കാണത്തില്ല, മക്കള് കാണത്തില്ല. ഈ ഭൂമിയിൽ നമ്മളൊത്തി ജീവിച്ച സഹകരിച്ച് ആരും കാണത്തില്ല. ആർക്കും നിൽക്കാനായിട്ട് നമ്മൾ അനുവാദം കൊടുത്തിട്ടില്ല. 2 പേർക്ക് മാത്രമേ ദൈവം അനുവാദം കൊടുത്തിട്ടുള്ളൂ. അതാരെന്ന് വെച്ചാല്
എന്നിൽ കുറ്റം കണ്ടെത്തി ആ കുറ്റം ദൈവസന്നിധിയിൽ അവതരിപ്പിക്കാൻ, ദൈവസന്നിധിയിൽ അത് പറയുവാൻ, എന്നിൽ കുറ്റം ആരോപിക്കാൻ എന്റെ കൂടെ വരുന്ന പിശാചും, രണ്ടാമതായിട്ട് ദുഃഖിതനായിട്ട് എന്റെ കൂടെ കടന്നു വരുന്ന എന്റെ കാവൽമാലാകി വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ രണ്ടുപേർക്ക് മാത്രമേ ഒരു വ്യക്തി ഈ ശരീരത്തിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ തലനിമിരിയുടെ സമയത്ത് കൂടെ നിൽക്കാനായിട്ട് കാണത്തുള്ളൂ, ബാക്കി ആരും കാണുകയില്ല. ഇങ്ങനെ വരുമ്പോഴാണ് കർത്താവിന്റെ സന്നിധിയിൽ ഇത്രമാത്രം സൂക്ഷ്മതയോട് ശ്രദ്ധയോടും കൂടി ജീവിക്കേണ്ടവരാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് രണ്ടാമത്തെ മരണമാണ് ദൈവസന്നിധിയിൽ പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ മരണം ഒഴിവാക്കാനുള്ളതും ഒന്നാമത്തെ മരണം ഒഴിവാക്കാൻ സാധിക്കാത്തതുമാണ്. ഒന്നാമത്തെ മരണം വിശുദ്ധന് നോക്കി പാർത്തിരുന്നതും ജഡീക മനുഷ്യന് ലൗകിക മനുഷ്യന് ഭയപ്പെടുന്നതുമാണ്. അതാണ് ഒന്നാമത്തെ മരണം. പക്ഷെ ആർക്കും ഒഴിവാക്കാൻ സാധിക്കാത്തതാണ് ഒന്നാമത്തെ മരണം. രണ്ടാമത്തെ മരണം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ രണ്ടാമത്തെ മരണത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതമാണ് ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതം എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതും ദൈവം ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും ഈ പുഴുതിന്നുന്ന ശരീരമല്ല, ഇതിനകത്തുള്ള നിത്യ ജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ആത്മാവ് രണ്ടാമത്തെ മരണത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കാൻ തന്നതാണ് നമ്മുടെ മനുഷ്യ ജീവിതം എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ സഭയെന്ന് പറയുന്ന ദൈവത്തിന്റെ ക്രമീകരണത്തെ നിസ്സാരമായിട്ട് കരുതരുത്, ഉദാശകളെ നമ്മൾ നിസ്സാരമായിട്ട് കരുതരുത്. അതുകൊണ്ട് നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയെന്ന് പറഞ്ഞ കർത്താവ് ഇരുമ്പാണിയെ തൊഴിക്കരുതെന്നൂടെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുക. ഇരുമ്പാണികളെ തൊഴിക്കുന്ന നിനക്കായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ എവിടെയാണ് തൊഴിച്ചതെന്ന് മനസ്സിലാക്കാനും പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇങ്ങനെ കുറെ ജീവിതങ്ങളുടെ ബാക്കി പത്രങ്ങളായിട്ട് ഞാനും അതുപോലെ ജീവിക്കുന്നുണ്ടാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ അതുകൊണ്ടാണ് പല കുടുംബങ്ങളിൽ ഇങ്ങനെ തൊഴിച്ച പൂർവികരുടെ പിൻഗാമികളായിട്ട് ജീവിക്കുമ്പോൾ നമുക്കും ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാന്നോ, ഒരു ദിവസം നീ കരുവേല വൃക്ഷം നീ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ കാണാൻ സാധിക്കും. വളരെ മനോഹരമായിരുന്ന പൂന്തോട്ടം വെള്ളമില്ലാതെ കിടക്കുന്ന ഒരു അനുഭവത്തിനെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ ദൈവമേ, ഞാൻ ജീവിക്കേണ്ട പോലെ ജീവിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ചോരയും നീരുമുള്ള 30 വർഷം, അതിനകത്ത് തന്നെ ഉണർന്നിരിക്കുന്ന 4000 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ദിവസം ഉറങ്ങിക്കഴിയുന്നതാണ്, ബാക്കി ദിവസം രാത്രിയാണ്. പകലെന്ന് പറയുന്നത് പകലുകളിൽ ഉറങ്ങിപ്പോയതിന് കുറച്ച് ചോരയും നീരുമുള്ള കാലം എന്ന് പറയുന്നത് ഒരു 4000 ദിവസമേ ഉള്ളൂ. ആ ദിവസങ്ങളാണ് നമ്മുടെ ഈ ലോകത്തിൽ ജീവിച്ചതും ജീവിച്ച് കളഞ്ഞതും ജീവിച്ച് പൂർത്തിയാക്കിയതും. വാർദ്ധക്യത്തിന്റെ നാളുകളിൽ ഒറ്റ മനുഷ്യന് മാനസാന്തരപ്പെടാൻ സ്വന്തം കഴിവുപയോഗിച്ച് അധ്വാനിച്ച് മാനസാന്തരത്തിന്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കത്തില്ലെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാം. വാർദ്ധക്യത്തിൽ ഒന്നും ചെയ്യാനും സാധിക്കത്തില്ല. ഇതാണ് 60 കഴിഞ്ഞാൽ പിന്നെ നിനക്ക് രക്ഷപ്പെടാനായിട്ട് അത്ര എളുപ്പമല്ല. നീ വേറെ ആരെങ്കിലും ദൈവസന്നിധിയിൽ യോഗ്യതയോടെ പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടി ത്യാഗമെടുത്ത് ദൈവമേ ഈ അപ്പനോട് ഈ അമ്മയോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും തലമുറ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെടും. അവരുടെ പ്രാർത്ഥന കേട്ട് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇനിയും നമ്മൾ സഭയെന്ന് പറയുന്ന ക്രമീകരണത്തെ പറ്റി അവബോധമുള്ളവരും ബോധ്യമുള്ളവരും എൻ്റെ വിശുദ്ധീകരണത്തിനുള്ള അനേക വിശുദ്ധികൾ നടക്കേണ്ടതും അങ്ങനെ സഭയോട് ചേർന്ന് വിശ്വസ്തയോടെ ജീവിക്കാൻ ഉള്ള ജീവിതമാണ് ഇതെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. അതുകൊണ്ട് സഭയെ പറ്റി കുറെ കൂടെ ബോധ്യമുള്ളവരായിട്ടും വിശ്വാസമുള്ളവരായിട്ടും തീരാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രമിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ